അന്തരീക്ഷമർദ്ദം. അന്തരീക്ഷവായു ഭൗമോപരിതലത്തിൽ ചെലുത്തുന്ന ഭാരമാണ് അന്തരീക്ഷമർദ്ദം. അന്തരീക്ഷമർദ്ദം രേഖപ്പെടുത്തുന്ന ഏകകം മില്ലിബാർ അഥവാ ഹെക്ടോ പാസ്കൽ ആണ്. സമുദ്രനിരപ്പിലെ ശരാശരി അന്തരീക്ഷമർദ്ദം 1013.2 മില്ലിബാർ ആണ്. ശരാശരി അന്തരീക്ഷമർദ്ദത്തിൽ ബാരോമീറ്ററിലെ രസത്തിൻ്റെ നിരപ്പ് അത് നിർമ്മിച്ചിട്ടുള്ള സ്ഫടികക്കുഴലിൽ 76 സെൻറ്റിമീറ്റർ ആയിരിക്കും. രസനിരപ്പ് ഉയരുന്നത് പ്രസന്നമായ കാലാവസ്ഥയെ കാണിക്കുന്നു. രസനിരപ്പ് താഴുന്നത് കൊടുങ്കാറ്റിനെ സൂചിപ്പിക്കുന്നു. ന്യൂനമർദ്ദ മേഖലയിലേക്ക് ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും വായു എത്തും. അന്തരീക്ഷമർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെ? അന്തരീക്ഷമർദ്ദത്തെ സ്വാധീനിക്കുന്ന പ്രധാനമായും 3 ഘടകങ്ങളുണ്ട്. ഒന്നാമത്തേത് താപനില, രണ്ടാമത്തേത് ഉയരം, മൂന്നാമത്തേത് ആർദ്രത. ആർദ്രത എന്നാൽ സമുദ്രനിരപ്പിൽ നിന്നുള്ള അന്തരീക്ഷ വായുവിലെ ജലാംശത്തിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഓരോ ഘടകങ്ങളും എങ്ങനെ അന്തരീക്ഷമർദ്ദത്തെ സ്വാധീനിക്കുന്നു എന്ന് നോക്കാം. ഒന്നാമത്തേത് താപനില. താപനില കൂടുമ്പോൾ മർദ്ദം കുറയും. അതായത് ചൂട് കൂടുമ്പോൾ വായു വികസിക്കും, സാന്ദ്രത കുറഞ്ഞത് മുകളിലേക്ക് ഉയരും, അങ്ങനെ വായുമർദ്ദം കുറയും. ഇനി സമതാപ രേഖകൾ എന്താണെന്ന് നോക്കാം. സമതാപ രേഖകൾ അഥവാ ഐസോതേർംസ് ഒരേ താപനിലയിലുള്ള പ്രദേശങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന രേഖയാണ് സമതാപ രേഖകൾ. ഇതൊരു ഇമാജിനറി ലൈൻസ് ആണ്. രണ്ടാമത്തത് ഉയരം, ആൾട്ടിറ്റ്യൂഡ്. ഉയരം കൂടുമ്പോൾ മർദ്ദം കുറയും. ഏകദേശം 10 മീറ്റർ ഉയരത്തിന് 1 മില്ലിബാർ മർദ്ദം എന്ന നിരക്കിലാണ് കുറവ് സംഭവിക്കുന്നത്. സമമർദ്ദ രേഖകൾ അഥവാ ഐസോബാർസ് ഒരേ അന്തരീക്ഷ മർദ്ദമുള്ള പ്രദേശങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് സമമർദ്ദ രേഖകൾ. അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന മൂന്നാമത്തെ ഘടകമാണ് ആർദ്രത. അന്തരീക്ഷ വായുവിലെ ജലാംശത്തിൻ്റെ അളവിനെയാണ് ആർദ്രത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആർദ്രത കൂടുമ്പോൾ അന്തരീക്ഷ മർദ്ദം കുറയും. ഒരു നിശ്ചിത വ്യാപ്തം വായുവിൽ നീരാവി കൂടുതലായാൽ വ്യാപ്തം കുറവായിരിക്കും. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അന്തരീക്ഷമർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളായ താപനില, ഉയരം, ആർദ്രത എന്നിവ വിപരീത അനുപാതത്തിലാണ് അന്തരീക്ഷമർദ്ദത്തെ സ്വാധീനിക്കുന്നത്. അന്തരീക്ഷമർദ്ദത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അടുത്തതായിട്ട് നമ്മൾ പഠിക്കേണ്ടത് മർദ്ദമേഖലകളെക്കുറിച്ചാണ്. ഉച്ചമർദ്ദ മേഖലകൾ, ന്യൂനമർദ്ദ മേഖലകൾ എങ്ങനെ 2 ടേംസ് ഉണ്ട്, അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഉയർന്ന മർദ്ദമുള്ള മേഖലകളാണ് ഉച്ചമർദ്ദ മേഖലകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുറഞ്ഞ മർദ്ദമുള്ള മേഖലകളെ ന്യൂനമർദ്ദ മേഖലകൾ എന്ന് പറയുന്നു. ഇനി വിവിധ തരം മർദ്ദ മേഖലകളുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, മധ്യരേഖാ ന്യൂനമർദ്ദ മേഖല, ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. രണ്ടാമത്തത് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്. ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല, സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്. ധ്രുവീയ ഉച്ചമർദ്ദ മേഖല, പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്. ഒരേ അന്തരീക്ഷമർദ്ദം അനുഭവപ്പെടുന്ന അക്ഷാംശ മേഖലകൾ അറിയപ്പെടുന്നത് ആഗോള മർദ്ദ മേഖലകൾ എന്നാണ്. വിവിധ മർദ്ദ മേഖലകളുടെ രൂപീകരണത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് ഭൂമിയുടെ ഭ്രമണവും സൗരോർജ ലഭ്യതയിലെ ഏറ്റക്കുറച്ചിലുകളുമാണ്. ഇനി ഓരോ മർദ്ദ മേഖലയെക്കുറിച്ചും നമുക്ക് നോക്കാം. താപം കൂടുമ്പോൾ വായു വികസിച്ച് ഉയരും. അത് വശങ്ങളിലേക്ക് സഞ്ചരിച്ച് 30 ഡിഗ്രി അക്ഷാംശത്തിലെത്തി തണുക്കും. വീണ്ടും അത് സങ്കോചിച്ച് താഴേക്ക് വരുന്നു. വായു കുറയുന്നു, മർദ്ദം കൂടുന്നു. ഇനി 60 ഡിഗ്രിയിലാണെങ്കിൽ അവിടെ തണുപ്പാണ്. പക്ഷേ ഭൂമിയുടെ ഭ്രമണ വേഗത നിമിത്തം വായു
ചുഴറ്റി എറിയപ്പെട്ട് വായുവിൻ്റെ അളവ് കുറയുന്നു. അങ്ങനെ അത് ന്യൂനമർദ്ദ പ്രദേശമായി മാറും. ഇനി 90 ഡിഗ്രി ധ്രുവപ്രദേശം ആണെങ്കിൽ അവിടെയും തണുപ്പാണ്, വായുവിൻ്റെ അളവ് കൂടും, അതൊരു ഉച്ചമർദ്ദ മേഖലയായിരിക്കും. അതായത് 0 ഡിഗ്രി അതായത് മധ്യരേഖ എന്ന് പറയുന്നത് ലോ പ്രഷർ, 30 ഡിഗ്രി ഉപോഷ്ണ മേഖല ഹൈ പ്രഷർ, 60 ഡിഗ്രി ഉപധ്രുവീയം എന്ന് പറയുന്നത് ലോ പ്രഷർ, 90 ഡിഗ്രി ധ്രുവീയ മേഖല അത് ഹൈ പ്രഷർ. ഇങ്ങനെയാണ് ഈ ഗ്രാഫ് നോക്കി നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഓരോ മേഖലയെക്കുറിച്ചും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖല, അതായത് 0 ഡിഗ്രിയാണ്. ഏറ്റവും കൂടുതൽ ചൂടുള്ള മേഖലയാണ് ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖല. വർഷം മുഴുവൻ സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്നു, നേരിട്ട് അവിടെ പതിക്കുന്നത് കൊണ്ട് അവിടെ നല്ല ചൂടാണ്. പിന്നെ പണ്ട് പായ്ക്കപ്പലുകളിൽ സഞ്ചരിച്ചിരുന്ന യാത്രികർ ഭയപ്പെട്ടിരുന്ന ഒരു മേഖലയാണ്. 0 ഡിഗ്രിക്ക് മുകളിലേക്കും താഴേക്കും 5 ഡിഗ്രി വരെയുള്ള പ്രദേശങ്ങൾ ഏറ്റവും ചൂട് കൂടിയതാണ്. ഡോൾഡ്രംസ് അല്ലെങ്കിൽ നിർവാത മേഖല എന്ന് ഇത് അറിയപ്പെടുന്നു. പിന്നെ കാറ്റുകൾ ഇവിടെ തീരെ ദുർബലമാണ്. കാറ്റുകളില്ലാത്ത മേഖലയാണ് ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖല. അതായത് വളരെ കുറഞ്ഞ കാറ്റേ ഉള്ളൂ. കാറ്റുകൾ വളരെ ദുർബലമായൊരു മേഖലയാണ് ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖല. അതുകൊണ്ടാണ് പായ്ക്കപ്പലിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന യാത്രികർ ഈ മേഖലയെ ഭയപ്പെട്ടിരുന്നത്. കാരണം പായ്ക്കപ്പൽ സഞ്ചരിക്കണമെങ്കിൽ കാറ്റിൻ്റെ ആവശ്യമുണ്ടല്ലോ, ഇവിടെ കാറ്റ് തീരെ ദുർബലമാണ്. രണ്ടാമത്തെ മർദ്ദമേഖല ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. ഇവിടെ പ്രസന്നമായ കാലാവസ്ഥയാണ്. 0 ഡിഗ്രി നോർത്ത് ആൻഡ് 30 ഡിഗ്രി നോർത്തും 30 ഡിഗ്രി സൗത്തുമാണ്. കുതിര അക്ഷാംശം, അതായത് 30 ഡിഗ്രി നോർത്ത് ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്നറിയപ്പെടുന്നു. അതായത് ഭൂമധ്യരേഖ പ്രദേശത്ത് നിന്ന്, അതായത് 0 ഡിഗ്രിയിൽ നിന്ന് ചൂടുപിടിച്ചുയരുന്ന വായു ക്രമേണ തണുത്ത് ഭൂഭ്രമണത്തിൻ്റെ സ്വാധീനത്താൽ 30 ഡിഗ്രിയിൽ എത്തുമ്പോൾ താഴുന്നു. അങ്ങനെ അവിടെ ഉച്ചമർദ്ദം ഉണ്ടാകുന്നു. ഇനി അടുത്തത് ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല. അത് 60 ഡിഗ്രി നോർത്ത് ആൻഡ് 60 ഡിഗ്രി സൗത്ത്. ഭൂഭ്രമണത്താൽ ചുഴറ്റിയെറിയപ്പെട്ട് വായു ഇവിടെ നഷ്ടപ്പെടുന്നു. ഇവിടെ കൊറിയോലിസ് പ്രഭാവം കാരണമാണ് ന്യൂനമർദ്ദം അനുഭവപ്പെടുന്നത്. ഇനി അവസാനത്തെ ഉച്ചമർദ്ദ മേഖലയാണ് ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. അത് 90 ഡിഗ്രി നോർത്തേൺ ഹെമിസ്ഫിയറും 90 ഡിഗ്രി സദേൺ ഹെമിസ്ഫിയറും. ഇനി ഇവിടെ ധ്രുവീയ മേഖലയാണ്. വർഷം മുഴുവൻ കൊടും തണുപ്പാണ്, അതുകൊണ്ട് തന്നെ മർദ്ദം കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെയാണ് മർദ്ദ മേഖലകളെക്കുറിച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങൾ. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്ര കൊണ്ട് നമുക്ക് നിർത്താം.